ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഫോക്കസ് ഏരിയയുടെ വീഡിയോയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ഏരിയയുടെ 8 ചാപ്റ്റേഴ്സ് നാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? 8 ചാപ്റ്റേഴ്സ് 8 വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ? പരീക്ഷ അടുത്തടുത്ത് വരികയാണ് അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോസ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ വീഡിയോസും ആദ്യം മുതൽ അവസാനം വരെയും കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ചാപ്റ്റർ 12ഉം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ചാപ്റ്റർ 9ഉമാണ്. അതായത് ഇൻ്റർനെറ്റ് എന്ന ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ പഠിക്കാം. അപ്പോൾ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഈ കഥ ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. ഒരിടത്ത് ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു. ഹോഴ്സ്, കുതിര. ഈ കുതിരയുടെ പേരറിയണ്ടേ? ട്രോജൻ ഹോഴ്സ്. എന്താണ്? രാജൻ ഹോഴ്സ് അല്ല, ട്രോജൻ ഹോഴ്സ്. ഈ ട്രോജൻ ഹോഴ്സിൽ 3 പേര് കയറിപ്പോയി. എന്തിനാ പോയത്? ഫിഷിങ്ങിന്. ഫിഷിങ് കേട്ടിട്ടില്ലേ? മീൻ പിടുത്തം. ഈ 3 പേരുടെ തലയിലും ഓരോ തൊപ്പികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആൾക്ക് വൈറ്റ് ഹാറ്റും, രണ്ടാമത്തെ ആൾക്ക് ബ്ലാക്ക് ഹാറ്റും, മൂന്നാമത്തെ ആൾക്ക് ഗ്രേ ഹാറ്റുമാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവരെന്തിനാ പോയത്? ഫിഷിങ്ങിനാണ് പോയത്. പോയപ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് കിട്ടി? വൈറസ് പിടികൂടി. നമ്മുടെ ഇപ്പോഴത്തെ കൊറോണ വൈറസ് എന്ന് കേട്ടിട്ടില്ലേ? ആ വൈറസ് അല്ല, പിന്നെയോ കമ്പ്യൂട്ടർ വൈറസാണ് പിടികൂടിയത്. അപ്പോൾ ഞാനിതൊരു കഥയിലൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു തന്നത് അല്ലേ? ഒരു കുഞ്ഞ് ടിപ്സാണ് ഇവിടെ തന്നത്. എന്തായിരിക്കും ഇത്? ഇത് നെറ്റ്വർക്ക്സിൽ നേരിടുന്ന ത്രെഡ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ് നോക്കാമോ? കമ്പ്യൂട്ടർ വൈറസ് പറഞ്ഞു, പിന്നെ ട്രോജൻ ഹോഴ്സ് പറഞ്ഞു, പിന്നെ ഹാക്കിംഗ് പറഞ്ഞു, അവിടെ വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, പിന്നെ ഗ്രേ ഹാറ്റ് അല്ലേ? പിന്നെ ഫിഷിംഗ് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാ വാക്കും പഠിച്ചു കഴിഞ്ഞ് കണ്ടോ? എന്ത് ഈസി ആയിട്ട് പഠിച്ചു. എൻ്റെ പാരൻസ് അധ്യാപകരായിരുന്നു. അവർ കൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. രസിച്ച് പഠിച്ചാൽ മാത്രമേ പഠനമാകത്തുള്ളൂ എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏത് കാര്യവും രസപ്രദമായിട്ട് പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ ഉറച്ചു നിൽക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടിപ്സ് കൂടെ നോക്കിയാലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എല്ലാം നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളെ വളരെ ഈസി ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബ്രൗസർ സോഫ്റ്റ്വെയർസ്, അതിൻ്റെ എക്സാമ്പിൾസ്, ബ്രൗസറിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു ടിപ്സ് കൂടെ പറഞ്ഞു തരട്ടെ? ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഒന്നാമത്തത് നോക്കൂ. സില്ല ചേച്ചി ഓപ്പറേഷന് പോയപ്പോൾ ക്രോ സവാരിക്ക് പോയി. ഒരിക്കൽ കൂടെ പറയാം. സില്ല ചേച്ചി ഓപ്പറേഷന് പോയപ്പോൾ ക്രോ സവാരി പോയി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർസ് നമുക്ക് നോക്കാം. മോസില്ല ഫയർഫോഴ്സ് കേട്ടിട്ടില്ലേ? അത്. അപ്പോൾ സില്ല ചേച്ചി വന്നു അല്ലേ? ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഓപ്പറ, സഫാരി എന്ന് പറയുമ്പോൾ സവാരിക്ക് പോയെന്ന് പറയുമ്പോൾ സഫാരി ഓർക്കണം, സഫാരി. പിന്നെ ക്രോ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ക്രോം. എന്ത് ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞല്ലേ? ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തതകളോടെയാണ് ഓരോ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അതിൽ അറ്റ് എ ഗ്ലാൻസ് എന്ന ഭാഗമുണ്ട്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാല്യൂ പോയിന്റ്സ് അനുസരിച്ച് എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി അതിൽ തരുന്നുണ്ട്. പിന്നെ വളരെ സിമ്പിളായിട്ടാണ്. പിന്നെ ഒത്തിരി പേര് മലയാളം നോട്ട്സും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ മലയാളം നോട്ട്സ് ഉൾപ്പെടെയാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കാണുക. റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ഇൻ്റർനെറ്റ്. ഫോക്കസ് ഏരിയ സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്, സൈബർ സെക്യൂരിറ്റി. അതിൽ കമ്പ്യൂട്ടർ വൈറസ്, ട്രോജൻ ഹോഴ്സ്, ഹാക്കിംഗ്, ഫിഷിംഗ്. ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് ഇൻ്റർനെറ്റ്. നെറ്റ്വർക്കിൻ്റെ ശൃംഖലയാണ് നാം ഇൻ്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്നറിയപ്പെടുന്നത് വിൻഡ് സർഫ് ആണ്. ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാണെന്ന് ചോദിച്ചാൽ വിൻഡ് സർഫ് അല്ലെങ്കിൽ വിൻഡ് ആൻഡ് ഗ്രേ സർഫ്. ഓക്കെ. ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ വേണം അല്ലേ? അതെല്ലാവർക്കും അറിയാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ മോഡം? അപ്പോൾ മോഡം വേണം. പിന്നെ അടുത്തത് ടെലിഫോൺ കണക്ഷൻ, പിന്നെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP തരുന്ന ഒരു ഇൻ്റർനെറ്റ് അക്കൗണ്ട് വേണം, പിന്നെ ബ്രൗസർ സോഫ്റ്റ്വെയർ. ഓക്കെ. അടുത്തത് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. ഇത് വളരെ പ്രധാനമാണ്. എൻ്റെ വീഡിയോയിലെല്ലാം ശ്രദ്ധിക്കുക. ഇതുപോലെ സ്റ്റാർ ഇട്ടിരുന്നാൽ ആ ഭാഗം വളരെ പ്രധാനമാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ.
അപ്പോൾ ഇൻ്റർനെറ്റ് തരുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളിൽ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. www, അതായത് വേൾഡ് വൈഡ് വെബ്, പിന്നെ ഇമെയിൽ, സെർച്ച് എൻജിൻ, സോഷ്യൽ മീഡിയ തുടങ്ങിയവ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ വർഷം ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഇമെയിൽ വെബിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അപ്പോൾ വെബ് അറിയാമല്ലോ, ചിലന്തി വല അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ വെബ് എന്നൊക്കെ പറയുന്ന ഒരു ചിലന്തി വലയാണല്ലേ. അപ്പോൾ നോക്കൂ, ഒരു ചിലന്തി വലയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലിങ്ങനെ ഓർക്കുക. ഈ ചിത്രം ഓർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 4 വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേൾഡ് വൈഡ് വെബ്, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടോ, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഇമെയിൽ വെബിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് എളുപ്പമല്ലേ. ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി. സോഷ്യൽ മീഡിയ കിട്ടും, സെർച്ച് എൻജിൻ കിട്ടും, ഇമെയിൽ കിട്ടും, www വേൾഡ് വൈഡ് വെബ് കിട്ടും. ഓക്കെ, അടുത്തത് www. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ടിം ബെർണേഴ്സ്-ലീ. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? www ടിം ബെർണേഴ്സ്-ലീ. പഠിച്ചല്ലോ. www ഈസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ്. വെബ്സൈറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. കളക്ഷനെ പറയുന്നത് എന്താണ്? www വേൾഡ് വൈഡ് വെബ്. വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ വെബ് സെർവർ. ഇതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെയാണ് വെബ്സൈറ്റ്സ് ഒക്കെ? വെബ് സെർവറിൽ. അപ്പോൾ ക്ലയൻറ്റ്സ് ക്യാൻ അസസ് ദ ഡോക്യുമെൻറ്റ്സ് ഓൺ ദ സെർവേഴ്സ് യൂസിങ് എ സോഫ്റ്റ്വെയർ കോൾഡ് ബ്രൗസർ. അപ്പോൾ ക്ലയൻസിന് നമുക്ക് എങ്ങനെയാണ് വെബ് സെർവറിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതിന് ഉപയോഗിക്കുന്നതാണ് എന്താണ്? ബ്രൗസർ. അപ്പോൾ ബ്രൗസർ എന്താണ്? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ. ഇറ്റ് ഹെൽപ്സ് ടു വ്യൂ എ വെബ് പേജ്. അപ്പോൾ നമുക്കൊരു വെബ് പേജ് കിട്ടണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ. മനസ്സിലായല്ലോ. അപ്പോൾ ഈ മലയാളത്തിൽ ഞാൻ തന്നിരിക്കുന്നത് ഒത്തിരി കുട്ടികൾ മലയാളം നോട്ട്സ് വേണമെന്ന് ആവശ്യപ്പെട്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം മലയാളം വേണമെന്നുള്ളവർക്ക് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഈ എക്സാമ്പിൾസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ ബ്രൗസർ മനസ്സിലാക്കിയിരിക്കുക, അതുപോലെ എക്സാമ്പിൾ മനസ്സിലാക്കിയിരിക്കുക, ഈ പേര് ടിം ബെർണേഴ്സ്-ലീ, ഈ പേര് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്രൗസർ സോഫ്റ്റ്വെയർസ് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോഴ്സ്, ഓപ്പറ ആൻഡ് സഫാരി. അപ്പോൾ ഇത് പഠിക്കാനായിട്ടൊരു ടിപ്സ് പറഞ്ഞു തരാം. ഇത് മിക്കവാറൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, ഈ സോഫ്റ്റ്വെയർസ് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള ടിപ്സ് ഞാനൊരു സില്ല ചേച്ചിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ബ്രൗസർ എന്ന് പറയുമ്പോൾ ബ്ലൗസ് ഇട്ട ഒരു സില്ല ചേച്ചിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഓർക്കണം. ബ്രൗസർ എന്ന് പറയുമ്പോൾ ബ്ലൗസ് എന്നെങ്കിലും ഓർക്കുക കേട്ടോ. അപ്പോൾ സില്ല ചേച്ചിയുടെ കഥ ഓർക്കുക. സില്ല ചേച്ചി ഓപ്പറേഷന് പോയപ്പോൾ ക്രോ സവാരി പോയി. കണ്ടോ, ക്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാക്ക അല്ലേ. അപ്പോൾ സില്ല ചേച്ചി ഓപ്പറേഷന് പോയപ്പോൾ ക്രോ സവാരി പോയി. ഈ സെൻറ്റൻസ് ഓർത്താൽ നിങ്ങൾക്കെല്ലാം കിട്ടും. സില്ല ചേച്ചി എന്ന് പറയുമ്പോൾ മോസില്ല ഫയർഫോഴ്സിൽ. കണ്ടോ, ഇവിടെ സില്ല എന്ന് വന്നത്. ഓപ്പറ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ഓർക്കണം. ഓപ്പറേഷന് പോയപ്പോൾ ക്രോം, ഗൂഗിൾ ക്രോം. അപ്പോൾ ഗൂഗിൾ എന്ന് എഴുതരുത്, ഇവിടെ ഗൂഗിൾ ക്രോം എന്ന് പറയുമ്പോൾ, ഗൂഗിൾ എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ പഠിക്കും, വേറെയാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ക്രോം എന്ന് തന്നെ വരെ വരണം. അത് ബ്രൗസറിന് എക്സാമ്പിളാണ്, ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ക്രോ ഓർത്തല്ല. അടുത്ത് സവാരി എന്ന് പറയുമ്പോൾ ഇവിടെ സഫാരി ഓർക്കുക, സഫാരി. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓർക്കണമെങ്കിൽ ഇതിൽ ഇൻ്റർനെറ്റിൽ എക്സിബിഷൻ പോയെന്നെങ്കിലും ഓർക്കുക. കാക്കയതെല്ലാമായിട്ട് എവിടെ പോയി നേരെ ഒരു എക്സിബിഷൻ കാണാൻ പോയെന്ന് ഓർക്കുമ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വരും. ഓക്കെ, ഏകദേശം പിടികിട്ടിയല്ലോ. അപ്പോൾ ടിപ്സ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു, ടിപ്സൊക്കെ ഇടണം ടീച്ചർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് തരുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് സെർച്ച് എൻജിനാണ്. Search engine websites are special programs that are designed to help people to find information from World Wide Web. അപ്പോൾ വേൾഡ് വൈഡ് വെബിൽ ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടല്ലേ, കോടിക്കണക്കിന് ഇൻഫർമേഷനാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് തരാനായിട്ട് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് സെർച്ച് എൻജിൻ. മനസ്സിലായല്ലോ. അപ്പോൾ സെർച്ച് എൻജിൻ വെബ്സൈറ്റ്സ് യൂസ് പ്രോഗ്രാംസ് കാൾഡ്, എങ്ങനത്തെ പ്രോഗ്രാംസ് അതിനകത്ത് ഉപയോഗിക്കുന്ന വെബ് ക്രാളേഴ്സ്, അല്ലെങ്കിൽ സ്പൈഡേഴ്സ്, അല്ലെങ്കിൽ റോബോട്ട്സ്. ഇതൊക്കെയാണ് നമുക്ക് വെബിൽ നിന്ന് സെർച്ച് ചെയ്ത് തരാനായിട്ട് സഹായിക്കുന്ന പ്രോഗ്രാംസ്. മനസ്സിലായല്ലോ. അപ്പോൾ സെർച്ച് എൻജിൻ വെബ്സൈറ്റ്സ് ആർ സ്പെഷ്യൽ പ്രോഗ്രാംസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ഹെൽപ്പ് പീപ്പിൾ ടു ഫൈൻഡ് ഇൻഫർമേഷൻ ഫ്രം വേൾഡ് വൈഡ് വെബ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും വളരെ പ്രധാനമാണ്. ഈ സ്റ്റാറൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോയിൽ പ്രധാന ഭാഗങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ സ്റ്റാർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അത് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ പോപ്പുലർ സെർച്ച് എൻജിൻ സൈറ്റ്സ് ആർ, ഇത് വളരെ പ്രധാനമാണ്. ഗൂഗിൾ, അടുത്തത് ഇമെയിൽ.
ഇമെയിൽ എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് എല്ലാവർക്കും മെയിൽ അയക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. അപ്പം പണ്ടത്തെ കാലമല്ല, പണ്ടൊക്കെ നമ്മളൊരു കത്ത് എഴുതണമെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം എടുക്കും. കത്ത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ കത്തെഴുതി ഒരാൾ അയച്ചു കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് ദിവസം എടുക്കും. അതിന് പണ്ടൊക്കെ ഇല്ലൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും നിങ്ങൾക്കറിയില്ല. അതിന് ഇപ്പം കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇമെയിൽ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിക് മെയിൽ എന്നാണ് പറയുന്നത്. ഇമെയിലിൻ്റെ ഫുൾ ഫോം പറയും ഇലക്ട്രോണിക് മെയിലാണ്. It is a method of exchanging digital messages between computers over ഇൻ്റർനെറ്റിലൂടെ, അതായത് കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ്, രീതിയാണ് നാം ഇമെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ അതിനൊരു പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. ഏത് പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ ചോദിക്കാം SMTP, ചിലപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം, ഈ പ്രോട്ടോക്കോളിൻ്റെ പേരൊക്കെ ചോദിക്കാം. അപ്പോൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നിങ്ങൾക്ക് ആ പേര് മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ, ജസ്റ്റ് ഒന്ന് അത്രയും പഠിക്കുക. മനസ്സിലായല്ലോ. അടുത്തത് സെക്ഷൻസ് ഓഫ് ആൻ ഇമെയിൽ. ഇമെയിലിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കാം. 2, അതായത് റെസിപ്പിയൻസ് അഡ്രസ് അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സസ് ഓഫ് പ്രൈമറി റെസിപ്പിയൻസ്. കർത്താവിൻ്റെ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അഡ്രസ് മീൻസ് ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തത് CC എന്ന് പറയുമ്പോൾ കാർബൺ കോപ്പി. കണ്ടോ, അതിൻ്റെ CC. മെസ്സേജിൻ്റെ കാർബൺ കോപ്പി വേറൊരാൾക്ക് അയക്കുന്നതിന് കർത്താവിൻ്റെ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇമെയിൽ അഡ്രസ്സസ് ഓഫ് ദ ടെറിറ്ററി റെസിപ്പിയൻസ്. അതായത് ഇവിടെ നാം കൊടുക്കുന്ന അഡ്രസ്സിൽ മറ്റുള്ളവർക്ക് അയച്ച കോപ്പി തന്നെയാണോ തനിക്കും അയച്ചിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കില്ല. മനസ്സിലായല്ലോ. അടുത്തത് ഷോർട്ട് സമ്മറി ഓഫ് ദ മെസ്സേജ്, അതായത് സബ്ജക്റ്റ്. അടുത്തത് കണ്ടൻറ്റ്, ടൈപ്പ് ദ മെസ്സേജ് ഹിയർ. ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മനസ്സിലായല്ലോ. അപ്പോൾ CCയും BCCയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ പറയാം. ഇത് കാർബൺ കോപ്പിയാണ്, അതായത് ഒരാൾക്ക് ഞാനൊരു കത്തയച്ചു, അത് ആർക്കൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന് മറ്റുള്ളവർക്കും അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ആണെങ്കിൽ BCC എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ആർക്കൊക്കെയാണോ അതിൻ്റെ കോപ്പികൾ അയച്ചതെന്ന് ഇവിടെ അറിയാനായിട്ട് സാധിക്കില്ല, BCC ആണെങ്കിൽ. മനസ്സിലായല്ലോ. ഇത്രയാണ് അതിൻ്റെ വ്യത്യാസം. ഇത് നന്നായിട്ട് പഠിക്കുക. ടിപ്സ് ഓർക്കുക. ടു CBSE ടിപ്സ്, ടു CBSE. അപ്പോൾ 2 എഴുതുക, CBSE. കണ്ടോ, CBSE. അത് ഓർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഗങ്ങൾ കിട്ടും. പിന്നെ ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇതെങ്ങനെ ഇരിക്കും. ആദ്യത്തെ ഭാഗം യൂസർ നെയിമാണ്, രണ്ടാമത്തത് ഡൊമൈൻ നെയിമാണ്, നെയിം ഓഫ് ഇമെയിൽ സർവീസ് പ്രൊവൈഡർ, ഇമെയിൽ സർവീസ് തരുന്നത് ആരാണോ അവരുടേത്, ഡൊമൈൻ നെയിം. ഇത് യൂസർ നെയിം. മനസ്സിലായോ. അപ്പോൾ യൂസർ നെയിം എഴുതിയിട്ട് എഴുതിയിട്ട് ഡൊമൈൻ നെയിം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഒരു ഇമെയിൽ അഡ്രസ്സ് എഴുതേണ്ടത്. അപ്പോൾ അതിനെ രണ്ടിനെയും വേർതിരിക്കുന്നത് എന്നുള്ള സിമ്പിളിട്ടാണ്. മനസ്സിലായല്ലോ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇമെയിലിൻ്റെ നേട്ടങ്ങൾ നമുക്കറിയാം. സ്പീഡാണല്ലേ, സ്പീഡാണ്, ഈസി ടു യൂസ് ആണ്, പ്രൊവിഷൻ ഓഫ് അറ്റാച്ച്മെൻ്റൊക്കെ നൽകാൻ സാധിക്കും, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പേപ്പറിൻ്റെ ഉപയോഗം ഇവിടെ കുറയ്ക്കുകയാണ്, വി ക്യാൻ സെൻഡ് ഇമെയിൽ ടു മൾട്ടിപ്പിൾ റെസിപ്പിയൻസ്, ഒന്നിലധികം സ്വീകർത്താക്കൾക്ക് ഇമെയിൽ അയക്കാനായിട്ട് സാധിക്കും, പിന്നെ ചിലവ് വളരെ കുറവാണ്, ചീപ്പാണ്, അവൈലബിൾ എനിവെയർ എനി ടൈം, ഏത് സമയത്തും എവിടെയും നമുക്ക് ലഭ്യമാണ് അല്ലേ. പിന്നെ അതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ടല്ലേ. ഏത് കാര്യത്തിനും അഡ്വാൻറ്റേജും കാണും, ഡിസഡ്വാൻറ്റേജും കാണും അല്ലേ. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇമെയിൽസ് മേ ക്യാരി വൈറസസ്, ചിലപ്പോൾ ഇമെയിലുകളിലൊക്കെ വൈറസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ജങ്ക് മെയിൽസ്, അതായത് നമുക്ക് അൺവാണ്ടഡ് മെയിൽസൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടതൊക്കെ എടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് സമയം എടുക്കും അല്ലേ. അപ്പോൾ ചെക്കിങ് ആൻഡ് ഡെലീറ്റിങ് അൺവാണ്ടഡ് മെയിൽസ് കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഇതും പഠിക്കുക. ഇനി നാലാമത്തത് സോഷ്യൽ മീഡിയ. അപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിന് കമ്മ്യൂണിക്കേറ്റ് നടത്താനായിട്ട് ധാരാളം മാർഗ്ഗങ്ങളുണ്ടല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ
അതിനിപ്പോൾ ഒരുപാട് ഒത്തിരി മാർഗ്ഗങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ദാറ്റ് എക്സിസ്റ്റ് ഓൺ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിലുള്ള സോഷ്യൽ മീഡിയ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് ഇൻ്റർനെറ്റ് ഫോറംസ്, സോഷ്യൽ ബ്ലോഗ്സ്, മൈക്രോ ബ്ലോഗ്സ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കണ്ടൻറ് കമ്മ്യൂണിറ്റീസ് എക്സെട്ര. പഠിച്ചല്ലോ. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ, എൻ്റെ പേരുകളൊക്കെ. അപ്പോൾ അത് പഠിക്കാനായിട്ട് അതിനൊരു സൂത്രം ഇവിടെ തന്നിട്ടുണ്ട്. ആ ടിപ്സ് നോക്കൂ. വിക്കി മൈക്കിലൂടെ സോഷ്യൽ ബ്ലോഗിലും ഇൻ്റർനെറ്റ് ഫോറത്തിലും സംസാരിച്ചപ്പോൾ നെറ്റ്വർക്കിൽ കണ്ടൻറ് കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡായി. കണ്ടോ? അപ്പോൾ വിക്കിയുണ്ട്. വിക്കി മൈക്കിലൂടെ കണ്ടോ, മൈക്രോ ബ്ലോഗ്, അതിൻ്റെ മൈക്കാണ് ഞാൻ തന്നിരിക്കുന്നത്. സോഷ്യൽ ബ്ലോഗിലൂടെയും ഇൻ്റർനെറ്റ് ഫോറത്തിലും സംസാരിച്ചപ്പോൾ നെറ്റ്വർക്കിൽ കണ്ടൻറ് കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡായി. പഠിച്ചല്ലോ. അപ്പോൾ അത് ഓർക്കുക. അതിനുള്ള ടിപ്സാണത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, ഇൻ്റർനെറ്റ് ഫോറം. നമുക്കിപ്പോൾ ചർച്ചകളൊക്കെ സാധാരണ നമ്മൾ നടത്താറുണ്ടല്ലേ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചർച്ചകളൊക്കെ നടത്താറില്ലേ, ക്ലാസ്സിലൊക്കെ ഡിസ്കഷനൊക്കെ വരാറില്ലേ. ഇതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് ഡിസ്കഷനൊക്കെ ചർച്ചകളൊക്കെ നടത്തേണ്ട വേദിയാണ് ഇൻ്റർനെറ്റ് ഫോറം. അതിനുള്ള വെബ്സൈറ്റാണ്. അതിനുള്ള എക്സാമ്പിൾ ഉബുണ്ടു ഫോറം. It is an online discussion website where people can engage in conversation in the form of posted messages. അപ്പോൾ എങ്ങനെയാണ് സംസാരിക്കല്ല, പോസ്റ്റ് ചെയ്യും, മെസ്സേജൊക്കെ പോസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ മെസ്സേജ് ഇടാറില്ലേ, അത് തന്നെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്തേണ്ട ഒരു വേദി ഇൻ്റർനെറ്റ് ഫോറംസ്. എക്സാമ്പിൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിളും. ഉബുണ്ടു ഫോറം പഠിച്ചല്ലോ. ഉബുണ്ടു ഫോറം പഠിച്ചല്ലോ. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തത്, അപ്പം ബന്ധുവുമായിട്ട് ചർച്ച നടത്തുന്നെങ്കിലും ചിന്തിക്കുക. ഉബുണ്ടു കണ്ടോ, ബന്ധു എന്നൊക്കെ വരില്ലേ, ബന്ധുവുമായിട്ട് ചർച്ച നടത്തുന്നു എന്നെങ്കിലും നിങ്ങൾ ഓർക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞു തന്നത്, ഒരു ടിപ്സ് പോലെ. അപ്പോൾ ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുമ്പോൾ ഓർക്കുക, ഫോറം എന്ന് പറയുമ്പോൾ ഫോമൊന്നുമല്ല, അവിടെ ചർച്ചയാണ്. ഫോറം എന്ന് പറയുമ്പോൾ ചർച്ച, ഡിസ്കഷനാണ് കേട്ടോ, ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റാണ്. അപ്പോൾ ഉബുണ്ടു ഫോറമാണ് എക്സാമ്പിൾ. അടുത്തത് സോഷ്യൽ ബ്ലോഗ്. ബ്ലോഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും കുറച്ച് നമുക്കൊക്കെ ഒരു കണ്ടൻറ്റൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബ്ലോഗിലൊക്കെ ഇടാം. അതിനാണ് ബ്ലോഗെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലോഗൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമുക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ അത് ഡിസ്കഷനാകാം, അങ്ങനത്തെ നമ്മളെ ഇൻഫർമേഷൻ അറിയിക്കുന്ന സൈറ്റാകാം, ഇതൊക്കെ ഉള്ളതായിരിക്കും. ഇറ്റ് ഈസ് എ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷണൽ വെബ്സൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എൻട്രീസ് ഓർ പോസ്റ്റ്. അപ്പോൾ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നു. അതായത് blogger.com, wordpress.com തുടങ്ങിയ സൈറ്റിലൊക്കെ നമുക്ക് ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കുള്ള അറിവുകൾ അതിൽ പങ്കുവയ്ക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും അതിലുള്ള ഓരോ പോസ്റ്റുകളും നമ്മൾ ഇടുന്ന എൻട്രികൾ വരുന്നത്. അവസാനമായിട്ടത് ആദ്യം വരും. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇടുന്നത് അതിനനുസരിച്ച് വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ബ്ലോഗ് മനസ്സിലായല്ലോ. അടുത്തത് മൈക്രോ ബ്ലോഗ്. മൈക്രോ എന്ന് പറയുമ്പോൾ ചെറുതല്ല, ആ പേരിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ മെസ്സേജസ്, എക്സ്ചേഞ്ച് ഷോർട്ട് മെസ്സേജസ്, മൾട്ടിമീഡിയ ഫയൽസ് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സൈറ്റാണ്. Twitter.com ഒക്കെ കേട്ടിട്ടില്ലേ, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം അതൊക്കെയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിക്കുക. ഇനി വിക്കീസ്. വിക്കിപീഡിയ കേട്ടിട്ടില്ലേ, എൻസൈക്ലോപീഡിയ, വിക്കിപീഡിയ. അപ്പോൾ ഇറ്റ് അലോ പീപ്പിൾ ടു, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇറ്റ് അലോ പീപ്പിൾ ടു ആഡ് കണ്ടൻറ് ഓർ എഡിറ്റ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ഇൻ എ വെബ് പേജ്. നമുക്ക് വെബ് പേജിൽ നമുക്ക് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനും അല്ലേ എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു കമ്മ്യൂണിറ്റി ഡോക്യുമെൻ്റാണ് വിക്കീസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിനകത്തിടുന്ന കണ്ടൻറ്റൊക്കെ നമ്മളിപ്പോൾ ഇടുമ്പോഴത്തേക്കും അത് നിരീക്ഷിക്കാനൊക്കെ അതിന് ആൾക്കാരുണ്ടായിരിക്കും. നല്ലതല്ലെങ്കിൽ അവർ ഡിലീറ്റൊക്കെ ചെയ്യും. മനസ്സിലായല്ലോ. അടുത്തത് സോഷ്യൽ നെറ്റ്വർക്ക്. ഇതെല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അറിയാം അല്ലേ. യൂസിങ് ദീസ് വെബ്സൈറ്റ്സ് വി ക്യാൻ പോസ്റ്റ് അവർ ഡാറ്റ ആൻഡ് വ്യൂ അതേഴ്സ് ഡാറ്റ. ഇതിൽ നമുക്ക് ഡാറ്റകൾ പോസ്റ്റ് ചെയ്യാനും നമ്മുടെ ഡാറ്റകൾ മറ്റുള്ളവർക്ക് കാണാനും ഒക്കെ സാധിക്കും. എക്സാമ്പിൾ facebook.com, പിന്നെ linkedin.com. ഓക്കെ. അടുത്തത് കണ്ടൻറ് കമ്മ്യൂണിറ്റീസ്. യൂസിങ് ദീസ് വെബ്സൈറ്റ്സ് വി ക്യാൻ ഷെയർ മൾട്ടിമീഡിയ ഫയൽ. അപ്പോൾ മൾട്ടിമീഡിയ ഫയലൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ youtube.com അല്ലെങ്കിൽ flickr.com
അപ്പോൾ അതിൻ്റെ മലയാളം ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാവശ്യമുള്ളവർ ഇത് നോക്കി അതുപോലെ പഠിക്കുക. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ആവശ്യപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, കണ്ടോ, വളരെ സിമ്പിളാക്കിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമുക്ക് നോക്കാം. ഒന്നാമത്തെ, നമുക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് ഒത്തിരി നേട്ടങ്ങളാണുള്ളത് അല്ലേ. അതോടൊപ്പം കോട്ടങ്ങളുമുണ്ട്. നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിങ് പീപ്പിൾ ടുഗദർ. നമ്മുടെ ഇവിടെ ഇപ്പോൾ പണ്ടൊക്കെ പഠിച്ച കുട്ടികളെയോ നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സിനെയോ ഒക്കെ ചേർത്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് ഇതല്ലേ. ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റുകൾ ആസൂത്രണം ചെയ്യാനും സംഘടിപ്പിക്കാനും ഒക്കെ സാധിക്കും. പ്രൊമോട്ടിംഗ് ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്സ് ടു ഇംപ്രൂവ് സോഷ്യൽ സ്കിൽസ്, സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ്, ഇൻട്രൂഷൻ ടു പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. പിന്നെ അഡിക്ഷൻ അല്ലേ. അഡിക്ഷൻ മൂലം ചിലപ്പോൾ സമയവും ഒക്കെ നമുക്ക് പാഴായി പോകാറുണ്ട്, പണവും ഒക്കെ. അടുത്തത് സ്പ്രെഡ് റൂമേഴ്സ്. അടുത്തത് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം? അതായത് നെറ്റ്വർക്കിലെ കണ്ടൻറ്റ് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകത. അപ്പോൾ എന്തൊക്കെയാണ് നെറ്റ്വർക്കിൽ നേരിടുന്ന ഭീഷണികൾ എന്ന് നോക്കാം. ത്രെഡ്സ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ വൈറസ്, ട്രോജൻ ഹോഴ്സ്, ഹാക്കിംഗ്, ഫിഷിംഗ് എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ഇപ്പോൾ പഠിക്കാനുള്ളൂ. അതുപോലെ നോക്കാം. ഒന്നാമത്തത് കമ്പ്യൂട്ടർ വൈറസ്. ഇറ്റ് ഈസ് എ ബാഡ് ഓർ ഹാംഫുൾ പ്രോഗ്രാം, അല്ലെങ്കിൽ മലീഷ്യസ് പ്രോഗ്രാം. ദോഷകരമായി നമ്മെ ബാധിക്കുന്ന, കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വെൻ ദിസ് മലീഷ്യസ് പ്രോഗ്രാം ഈസ് ഓപ്പൺഡ് ഇറ്റ് മേ ഡെലീറ്റ് അവർ ഫയൽസ് ആൻഡ് ഡാറ്റ. ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റയും ഫയലുകളും ഒക്കെ നഷ്ടമായേക്കാം. വൈറസസ് ആർ സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ യൂസിങ് USB ഡ്രൈവ്, പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്, ഫയൽ ഷെയറിംഗ്, ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് എക്സെട്ര. ഇങ്ങനെയെല്ലാം നമുക്ക് USB ഡ്രൈവിലൂടെയോ ഫയൽ ഷെയർ ചെയ്യുന്നതിലൂടെയോ ഒക്കെ നമുക്ക് വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നിന്നും വേറൊരു കമ്പ്യൂട്ടറിലോട്ടൊക്കെ സ്പ്രെഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് ട്രോജൻ ഹോഴ്സ്. ഇറ്റ് വിൽ അപ്പിയർ ടു ബി എ യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ബട്ട് വിൽ ആക്ച്വലി ഡു ഡാമേജ് വൺസ് ഇൻസ്റ്റാൾഡ് ഓർ റൺ ഓൺ ദ കമ്പ്യൂട്ടർ. നമുക്ക് തോന്നുന്നത് നമുക്ക് യൂസ്ഫുള്ളായ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് കാണുമ്പോൾ തോന്നും എന്ന് വിചാരിച്ചിട്ട് നാം എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങൾക്ക് ഇത് കേടുപാടുകൾ വരുത്തും. മനസ്സിലായല്ലോ. അടുത്തത് ഹാക്കിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രെസ്പാസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ അതിക്രമിച്ച് കയറുന്ന പ്രോസസ്സിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് നല്ല രീതിയിലുമുണ്ട്, ചീത്ത രീതിയിലുമുണ്ട്. ദർ ആർ 3 types ഓഫ് ഹാക്കേഴ്സ്: വൈറ്റ് ഹാറ്റ്സ്, ബ്ലാക്ക് ഹാറ്റ്സ് ആൻഡ് ഗ്രേ ഹാറ്റ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ്സ് എന്താണ് ചെയ്യുന്നത്? ദേ ഹാക്ക് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ടു ടെസ്റ്റ് ദ സെക്യൂരിറ്റി. ഇറ്റ് ഈസ് എത്തിക്കൽ ഹാക്കിംഗ്. അപ്പോൾ ഇത് ഒരു നല്ല ഹാക്കിംഗ് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിയെ, സുരക്ഷയെ പരിശോധിക്കുന്നതിന് ഹാക്ക് ചെയ്യുന്നതാണ്. സുരക്ഷയുണ്ടോ, എങ്ങനെയാണ്, ആരെങ്കിലും അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ വൈറ്റ് ഹാറ്റ്സ് ചെയ്യുന്നത്. അടുത്തത് ബ്ലാക്ക് ഹാറ്റ്സിൻ്റെതാണെങ്കിലോ ഇതിൻ്റെ ഓപ്പോസിറ്റ്, സുരക്ഷയെ തകർക്കുന്നതല്ലേ. ദേ ഹാക്ക് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോർ സ്റ്റീലിംഗ് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഓർ ഡിസ്ട്രോയിങ് ഫയൽസ്. നമ്മുടെ ഫയൽസ് നശിപ്പിച്ചോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായിട്ടുള്ള നമ്മുടെ ഡാറ്റകൾ അവർ എടുത്തോ നമ്മുടെ സുരക്ഷയെ നശിപ്പിക്കും അല്ലേ, ഇല്ലാതാക്കും. അങ്ങനെയുള്ളവരെയാണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ക്രിമിനൽസാണത്. മനസ്സിലായല്ലോ. ഇത് എത്തിക്കൽ ഹാക്കിംഗ് ആണ്. ഇത് അനുവദിക്കുന്നതല്ല. അടുത്ത ഗ്രേ ഹാറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളതാണ്. വൈറ്റ് ഹാറ്റ്സിനും ബ്ലാക്ക് ഹാറ്റ്സിനും ഇടയ്ക്കുള്ളവരാണ്. ഇവർ ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത്.
നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. ദോ ദേ ഹാക്ക് ഇലീഗലി ദോ വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ. നല്ല ഉദ്ദേശത്തോടെയാണ് ഇവർ ചെയ്യുന്നത്. ടു ഐഡൻറ്റിഫൈ ദ വൾനറബിലിറ്റീസ്. അപകട സാധ്യതകൾ തിരിച്ചറിയുന്നതിനായി അവർ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും നിയമവിരുദ്ധമായാണ് ഇവർ ഹാക്ക് ചെയ്യുന്നത്. ഇതാണ് ഗ്രേ ഹാക്സ്. മനസ്സിലായല്ലോ? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഹാക്കിംഗ് ഒക്കെ. അടുത്തത് ഫിഷിംഗ്. ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ത്രൂ ഓൺലൈൻ. ഓൺലൈനിലൂടെയുള്ള ഒരു ഐഡൻറ്റിറ്റി മോഷണമാണ്. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിംസ്, പാസ്വേഡ്സ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ ആക്ടിങ് ആസ് ദ ഒറിജിനൽ വെബ്സൈറ്റ്. ഒറിജിനൽ വെബ്സൈറ്റ് എന്ന് തോന്നത്തക്ക രീതിയിൽ വേറൊരു വെബ്സൈറ്റ് ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അതിലൂടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ കൈവശമാക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ ബാങ്കിൻ്റെയൊക്കെ സൈറ്റ് പോലെ ചില സൈറ്റുകൾ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. പക്ഷേ അത് നമ്മൾ വിചാരിക്കും ബാങ്കിൻ്റെ യഥാർത്ഥ സൈറ്റാണെന്ന് വിചാരിച്ച് അതിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാസ്വേഡ് ഇതെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിരിക്കും. നമ്മുടെ വിവരങ്ങൾ, ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലാകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെയാണ് നാം ഫിഷിംഗ് എന്ന് പറയുന്നത്. ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് എ മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഈസ് കോൾഡ് സ്കൂഫിംഗ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, മിസ്ലീഡ് ചെയ്യുന്ന വെബ്സൈറ്റിനെ പറയുന്നത്, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, അത്തരമൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നതിന് സ്പൂഫിംഗ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതുപോലെ കാണാപ്പടം പഠിക്കാതെ അതിനെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇത് ഇൻട്രസ്റ്റ് തോന്നും എന്താണെന്ന്. അപ്പം സാധാരണ ഈ ഫിഷ് ചൂണ്ടയിട്ട് പിടിക്കുമ്പോഴത്തെ എഫ് അല്ല ഇവിടെ ഇടേണ്ട, PH ആണ് ഓർക്കുക. അതുപോലെയല്ലേ? അപ്പോൾ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല, അറിയാതെ അതിൽ ചെന്ന് ആ ചൂണ്ടയിൽ കൊത്തുന്നു എന്നുള്ളതുപോലെയാണ് ഫിഷിംഗ്. മനസ്സിലായോ? അപ്പോൾ ട്രോജൻ ഹോഴ്സ്, നേരത്തുള്ള ഒരു ഹോഴ്സ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ അതെന്താണ്? അപ്പോൾ അതിനൊരു കഥയൊക്കെ ഉണ്ട്, അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ആ ട്രോജൻ ഹോഴ്സ് എന്നൊക്കെ കിട്ടാനുള്ള കാരണം. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം നമുക്ക് വീഡിയോയിൽ എന്താവും കേട്ടോ, അതുകൊണ്ടാണ്. അടുത്തത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇത്രയും പഠിക്കാനുള്ളൂ. 12 മാർക്കിന് മിനിമം ഈ ചാപ്റ്റർ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത് വിട്ട് കളയരുത്. ഞാൻ അത് ആ രീതിക്കാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും കിട്ടത്തക്ക രീതിയിലാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നോക്കാം. എ നെറ്റ്വർക്ക് ആ സ്മാളർ നെറ്റ്വർക്ക്സ് ദാറ്റ് എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് ഈസ് കോൾഡ്. 1 മാർക്കിൻ്റെ, അപ്പോൾ ആ പേര് മാത്രം എഴുതുക. ഇൻ്റർനെറ്റ്. പിക്ക് ദ വേർഡ് വൺ ഔട്ട്. അപ്പോൾ ഒറ്റയാൻ ഏതാണതിൽ? വിക്കീസ്. അപ്പം മറ്റതൊക്കെ എന്തെന്ന് അറിഞ്ഞിരുന്നാലേ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ വാട്ട് അബൌട്ട് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഇൻ്റർനെറ്റ്? ഇപ്പോൾ യൂസറിനെയും ഇൻ്റർനെറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം ഏതാണ്? ബ്രൗസറാണ്. അതെപ്പോഴും ഓർക്കണം, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. I am a piece of software. With the help of me, a user can search information from the internet and navigate through the web pages. Who am I? ബ്രൗസർ. കണ്ടോ? അതിനും അങ്ങനെയാണ് കിട്ടുന്ന ആൻസർ. ശ്രദ്ധിക്കുക. പിക്ക് ദ വേർഡ് വൺ ഔട്ട്. വിക്കീസ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇമെയിൽ. ഏതാണ്? ഇമെയിൽ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്? ഇതിൽ ഏതാണ്? വിൻഡ്സേഫ്, അല്ലെങ്കിൽ വിൻഡ് ആൻഡ് ഗ്രേറ്റ് സേഫ് എന്ന് കൊടുത്തിരിക്കും, അതും ശരിയാണ്. നെയിം 3 സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. ഏതെങ്കിലും 3 എഴുതുക. സർവീസസ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം www? അറിയാമല്ലോ, ടിം ബെർണേഴ്സ്-ലീ. Which one of the following is not a web browser? Google. Which one of the following is not a search engine? Facebook. What is a browser? അപ്പോൾ അത് എഴുതുക. ഡിഫൈൻ ദ ടേംസ് ഫിഷിംഗ്, ഹാക്കിംഗ്, അതൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഇമെയിൽ ഈസ് എ പോപ്പുലർ കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഡിസ്കസ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. ഇതൊക്കെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. എനി 2 ഡ്രാബാക്സ് ഇൻ യൂസിങ് സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. ഈ അടുത്തത് നോക്കൂ. ഇൻ്റർനെറ്റ് ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് സർവീസസ് ആൻഡ് ദേ ആർ യൂസ്ഡ് വൈഡ്ലി അറൗണ്ട് ദ വേൾഡ്. വൺ ഓഫ് ദി സർവീസസ് റിക്വയർസ് ആൻ അഡ്രസ് ലൈക്ക്. ഒരു അഡ്രസ് തന്നിട്ടുണ്ട്. നെയിം ദി സർവീസ് ആൻഡ് റൈറ്റ് ദ റീസൺസ് ഫോർ ദ വൈഡ് യൂസ് ഓഫ് ദിസ് സർവീസ്. അപ്പോൾ ഈ സർവീസിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇത് കാണുമ്പോഴേ അറിയാം. ഇത് ഏതാണ്? ഇമെയിൽ അല്ലേ? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് എഴുതേണ്ടത്. കണ്ടോ? റൈറ്റ് ദ റീസൺസ് ഫോർ ദ വൈഡ് യൂസ് ഓഫ് ദിസ് സർവീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചുറ്റിക്കറക്കി ചോദിച്ചാലും ആൻസർ അത് തന്നെ ആയിരിക്കും. ഇതിൽ ഈ വീഡിയോയിൽ കാണും. അത്രയും ശ്രദ്ധിക്കുക. അടുത്ത നെയിം ദ സർവീസ് വിച്ച് പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ അബൌട്ട് എ വേർഡ് ഓർ എ ഫ്രേസ്. അപ്പോൾ അതിൻ്റെ സർവീസ് ഏതാണ്? സെർച്ച് എഞ്ചിൻ.
ഇമെയിൽ ഈസ് എ പോപ്പുലർ കമ്മ്യൂണിക്കേഷൻ ടൂൾ. കണ്ടോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കും, പിന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഡിസ്കസ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. അപ്പോൾ ഇത് ആദ്യത്തെ സെൻറ്റൻസ് ഇട്ട് പേടിക്കേണ്ട, നിങ്ങൾ അടുത്തത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2 അഡ്വാൻറ്റേജസ് ആണ് ഇമെയിലിൻ്റെ എഴുതാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി, 2 അഡ്വാൻറ്റേജസ്. വി നോ ഫിഷിംഗ് ആൻഡ് ഹാക്കിംഗ് ആർ 2 ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്. കണ്ടോ, ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് കണ്ട് പേടിക്കേണ്ട. അടുത്തത് നോക്കൂ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ. അപ്പോൾ ഫിഷിങ്ങും ഹാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ എഴുതേണ്ടത്. വാട്ട് ആർ ദ കമ്പണൻസ് റിക്വയർ ഫോർ കണക്റ്റഡ് PC ടു ഇൻ്റർനെറ്റ്, അത് തന്നല്ലോ, ഞാൻ അത് എഴുതുക. അടുത്ത എക്സ്പ്ലെയിൻ CC ആൻഡ് BCC, അതും തന്നിട്ടുണ്ട്. നെയിം ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ഇമെയിൽ ട്രാൻസ്മിഷൻ അക്രോസ് ഇൻ്റർനെറ്റ്. അപ്പോൾ SMTP അല്ലേ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. വാട്ട് ഈസ് എ ബ്ലോഗ്, അതും തന്നിട്ടുണ്ട്. ഇനി അടുത്ത് അറ്റ് എ ഗ്ലാൻസ് എന്ന ഭാഗമാണ്. പഠിച്ച ഈ ഒരു ചാപ്റ്ററും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കേണ്ട സെക്ഷനാണ്, ശ്രദ്ധിക്കുക. സർവീസസ് ഓൺ ഇൻ്റർനെറ്റ് തന്നിട്ടുണ്ട്, www, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് തന്നിട്ടുള്ളത് ഫോക്കസ് ഏരിയയിൽ. അടുത്തത് ബ്രൗസർ, ഗൂഗിൾ ക്രോം, സഫാരി, മോസില്ല ഫയർഫോക്സ്, ഓപ്ര, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. സെർച്ച് എഞ്ചിൻസ്, ഗൂഗിൾ, യാഹു, ആസ്ക്, ബിങ്. സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് ഫോറം, അതിന് എക്സാമ്പിൾ ഉബണ്ടു ഫോറം. സോഷ്യൽ ബ്ലോഗ്, blogger.com, wordpress.com. എക്സാമ്പിൾസ് മൈക്രോ ബ്ലോഗ്, twitter.com, വിക്കീസ്, wikipedia.org. ഇപ്പോൾ ഇവിടെ എല്ലാം .com എന്നൊന്നു, ഇവിടെ വിക്കിപീഡിയ വന്നപ്പോൾ .org. സോഷ്യൽ നെറ്റ്വർക്ക്സ്, facebook.com, linkedin.com. കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ്, youtube.com, flickr.com. മനസ്സിലായല്ലോ. അടുത്ത ഇമെയിലിൻ്റെ സെക്ഷൻസ് പഠിക്കുക. 2CC, BCC, സബ്ജക്റ്റ്, കണ്ടൻറ്റ്, 2CBSE ഓർക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഓർക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ത്രെഡ്സ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ വൈറസ്, ട്രോജൻ ഹോഴ്സ്, ഹാക്കിംഗ്, ഫിഷിംഗ്. മനസ്സിലായല്ലോ. അപ്പോൾ വൈറസ് എന്തെങ്കിലും, അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടിപ്പ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ത്രെഡ്സ് പഠിക്കാനായിട്ട് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, കഥ പോലെ ഞാൻ പറഞ്ഞുതരാം ഇത് ഓർക്കാനായിട്ട്. അതായത് 3 പേര് എവിടെ പോയി, ഒരു ഹോഴ്സിൻ്റെ പുറത്ത് കയറി ചൂണ്ട ഇട്ട് മീൻ പിടിക്കാൻ പോയി. അപ്പോൾ അവരെന്ത് പിടിച്ചു, കമ്പ്യൂട്ടർ വൈറസ് പിടിച്ചു. ആ 3 പേര് ആരൊക്കെയാണ്, ട്രോജൻ ഹോഴ്സിൻ്റെ പുറത്ത് ആരൊക്കെയുണ്ട്, വൈറ്റ് ഹാറ്റ്സ്, ബ്ലാക്ക് ഹാറ്റ്സ്, ഗ്രേ ഹാറ്റ്സ്. അവർ ഫിഷിങ്ങിനാണ് പോയത്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് പിടിച്ചു. ഇത്രയും ഒരു കഥ പോലെ ഓർക്കുക കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്, ഇതൊക്കെ ടിപ്സാണ് ഓർക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു വലിയ ചാപ്റ്റർ ഒരു കുഞ്ഞു വീഡിയോയിലാണ് ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ ഫോക്കസ് ഏരിയ ടീച്ചർ തന്നാൽ മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന്. ഉറപ്പാണ്. കാരണം കഴിഞ്ഞ വർഷം +2 എല്ലാ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോസ് ഇട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. +2 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒന്നേന്ന് ഇടേണ്ട ആവശ്യമില്ല, എല്ലാ വീഡിയോസും ഫോക്കസ് ഏരിയയുടേത് +2 നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആ +2 ക്ലാസ്സിലുള്ള വീഡിയോസ് കണ്ട് പഠിക്കുക. +2 എല്ലാ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് അതിൽ നൽകിയിട്ടുണ്ട് കേട്ടല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടല്ലോ. പിന്നെ അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഈ ഫാമിലിയിലോട്ട് അംഗമായി തീരുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. Best philosophy in life is to keep the mind happy. A happy mind can always lead to success.